148 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പിൻബലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന ഒരു സ്റ്റോക്കാണ് റൈറ്റ്സ്. റൈറ്റ്സ് കഴിഞ്ഞ ദിവസം 2.64% ഉയർന്ന് 295 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 14,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.17, ഡിവിഡൻഡ് ഈൽഡ് 2.64%, 52 വീക്ക് ലോ 235, 52 വീക്ക് ഹൈ 412. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഛത്തീസ്ഗഡിലെ ക്യാമ്പസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് റൈറ്റ്സ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ റായ്പൂർ ഡിവിഷനിൽ നിന്നും ലഭിച്ചത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു. 1974 എസ്റ്റാബ്ലിഷ്ഡായ റൈറ്റ്സ് എന്ന കമ്പനി എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ട്, കൺസൾട്ടൻസി എന്നിവയോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എക്സ്ക്ലൂസീവ് എക്സ്പോർട്ട് ആമായിട്ടും പ്രവർത്തിക്കുന്നു. പ്രധാനമായും റെയിൽവേയുടെ റോളിംഗ് സ്റ്റോക്ക് എക്സ്പോർട്ടുകളെ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നൽകുന്നത് റൈറ്റ്സ് എന്ന കമ്പനിയാണ്. റൈറ്റ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് മോശമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 25% ഇടിയുകയും റവന്യൂ 7% ഇടിയുകയും ചെയ്തു. 582 കോടിയിൽ നിന്നും റവന്യൂ 541 കോടിയായും പ്രോഫിറ്റ് 110 കോടിയിൽ നിന്നും 82 കോടിയിലേക്കുമാണ് ഇടിഞ്ഞത്. കമ്പനിയുടെ പെർഫോമൻസ് ഇടിഞ്ഞിട്ടും റൈറ്റ്സ് എന്ന കമ്പനിക്ക് Q2 90 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചത്. ഓർഡറുകളുടെ പിൻബലത്തിൽ റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ടെക്നിക്കലി സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയും ചെയ്യുന്നു. 250-നടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 296-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 380 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 380-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോക്ക് 400 എന്ന ലെവലിലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. റെയിൽ ബഡ്ജറ്റും റെയിൽവേയുമായി ബന്ധപ്പെട്ട ക്യാപെക്സ് പ്ലാനുകളുമൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അട്രാക്റ്റീവ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം പെർഫോമൻസ് പുറത്തുവിട്ട മറ്റൊരു കമ്പനി ഏഞ്ചൽ വൺ ലിമിറ്റഡ് ആണ്. ഏഞ്ചൽ വൺ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.8% ഉയർന്ന് 3,281-നടുത്ത് ക്ലോസിംഗ് നൽകി. 29,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 22.13, ഡിവിഡൻഡ് ഈൽഡ് 1.5%, 52 വീക്ക് ലോ 2025, 52 വീക്ക് ഹൈ 3,896. ഏഞ്ചൽ വൺ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 8%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ. ഒരു കറക്ഷൻ വന്നതിന് ശേഷം സ്റ്റോക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള അട്രാക്റ്റീവ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയാണ്. അതുകൊണ്ട് ടെക്നിക്കലിയും ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവാണ്. ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് കമ്പനിയുടെ നവംബർ മാസത്തെ ബിസിനസ് അപ്ഡേറ്റ് ആണ്. നവംബർ മാസത്തെ ബിസിനസ് അപ്ഡേറ്റിൽ ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ 70 ലക്ഷത്തിൽ നിന്നും 60 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞു. ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ മന്ത് ടു മന്ത് 14.6-ഉം ഇയർ ഓൺ ഇയറിൽ 12%-മാണ് ഇടിഞ്ഞത്. ഒക്ടോബർ മാസത്തിൽ 70 ലക്ഷം ക്ലയൻറ്റ് അക്വയർ ചെയ്ത സ്ഥലത്താണ് നവംബർ മാസത്തിൽ കമ്പനിക്ക് 60 ലക്ഷം ക്ലയൻറ്റുകളെ മാത്രമേ അക്വയർ ചെയ്യാൻ സാധിച്ചുള്ളൂ. കൂടാതെ ടോട്ടൽ പ്ലാറ്റ്ഫോം ഓർഡർ 23.5% ഇടിഞ്ഞ് 13.09 കോടിയായി മാറി. ആവറേജ് ഡെയിലി ഓർഡറിൽ 6.5% ഇടിവുവന്ന് 72.8 ലക്ഷമായി മാറിയിട്ടുണ്ട്. 77.8 ലക്ഷത്തിൽ നിന്നാണ് ആവറേജ് ഡെയിലി ഓർഡർ 72.8 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞത്. കൂടാതെ ഏഞ്ചൽ വണ്ണിൻ്റെ ഓവറാൾ ആവറേജ് ഡെയിലി ടേൺ ഓവറിൽ 12%-ഓളം ഇടിവ് വരികയും F&O സെഗ്മെൻറ്റിലെ ടേൺ ഓവറിൽ 12.5% ഡ്രോപ്പ് വരികയും ചെയ്തു. ഇനി ഏഞ്ചൽ വൺ എന്ന കമ്പനിയുടെ ഓവറാൾ ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ 2.8 കോടിയായി ഉയർന്നിട്ടുണ്ട്. മന്ത് ടു മന്ത് ക്ലയൻറ്റ് ബേസ് 2%-ഉം ഇയർ ഓൺ ഇയറിൽ 56%-ഉമാണ് ഉയർന്നത്. നവംബർ മാസത്തിൽ ഒക്ടോബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ട്രേഡിംഗ് ഡേ കുറവായതാണ് കമ്പനിയുടെ റവന്യൂ ഡ്രോപ്പിനും ക്ലയൻറ്റ് അക്വിസിഷൻ ഇടിയുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണമെന്നാണ് ഏഞ്ചൽ വൺ പറയുന്നത്. ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ നെക്ക് ലൈൻ റെസിസ്റ്റൻസിലേക്ക് നീങ്ങുന്നു. ഇവിടെ 3500 ഒരു പ്രധാന റെസിസ്റ്റൻസ്. ഈ 3500 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും മന്ത്ലി ബേസിസിൽ 3000 രൂപയ്ക്കടുത്ത് സ്ട്രോങ് സപ്പോർട്ടും കാണാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.